ഹായ്, ഇൻവെസ്റ്റിംഗ് ജേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MTF എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ബ്രോക്കർ ആപ്പ് ഏതാണ്, ഈ ടോപ്പിക്കിനെ കുറിച്ചാണ്. MTF എന്ന് പറയുന്നത് നമുക്കറിയാം, മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി അല്ലേ. അതായത് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത പൈസ വെച്ചിട്ട് നമ്മൾ സ്റ്റോക്സ് വാങ്ങുകയാണ്. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ 10,000 രൂപ മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ 10,000 രൂപ വെച്ചിട്ട് നമുക്ക് 30,000 രൂപയുടെ ടോട്ടൽ, നമ്മുടെ 10ഉം പിന്നെ ബ്രോക്കർ തരുന്ന 20ഉം കൂടി ചേർത്തിട്ട് ടോട്ടൽ നമുക്ക് 30,000 രൂപയുടെ സ്റ്റോക്സ് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ലാഭമുള്ള പരിപാടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ്. നമുക്ക് ലാഭം ഉണ്ടാവുകയാണെങ്കിൽ ഭയങ്കര ലാഭമാണ്. ഇനിയിപ്പോൾ നഷ്ടമാണ് വരുന്നതെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് നഷ്ടവും ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. അതായത് കൂടുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് കൂടും, കുറയുകയാണെങ്കിൽ അതിനനുസരിച്ച് കുറയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്ക് നല്ലതാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് ഈ ഒരു MTF വഴി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ബ്രോക്കർ നമുക്ക് തരുന്ന ഈ ഒരു പൈസയ്ക്ക്, അവർ ലെൻഡ് ചെയ്ത പൈസയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ദിവസവും നമ്മൾ ഇൻട്രസ്റ്റ് കറക്റ്റായിട്ട് അടച്ചു കൊടുക്കണം. ഓരോ ദിവസവും അത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയിക്കൊണ്ടിരിക്കും. അതായത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് അവർ പൈസ പിടിച്ചുകൊണ്ടിരിക്കും ഓരോ ദിവസവും. ഞാൻ അപ്സ്റ്റോക്സ്, സെറോദ, ലെമൺ, അതുപോലെ തന്നെ നമ്മുടെ ഇൻഡ് മണി, ഈ 4 ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് ഞാൻ MTF ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, എൻ്റെ കുറേയധികം ഫ്രണ്ട്സും അതുപോലെ തന്നെ എനിക്ക് പരിചയമുള്ള കുറേയധികം ആൾക്കാരും പല ബ്രോക്കേഴ്സിൽ ഇതേപോലെ MTF ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലെമണും അതുപോലെ തന്നെ ഇൻഡ് മണിയുമാണ് കേട്ടോ. എന്തൊക്കെയാണ് എനിക്കിത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് ഞാൻ ഒന്നൊന്നായിട്ട് പറയാം. അപ്പോൾ ഈ 2 ആപ്ലിക്കേഷൻസ്, അതായത് ഇൻഡ് മണിയും അതുപോലെ തന്നെ ലെമണും, ഈ 2 എണ്ണത്തിൻ്റെയും ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുത്തേക്കാം. ഈ ലെമണിനെ കുറിച്ച് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എന്താണെന്ന് അറിയോ, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് 9.99%. അതായത് ഓൾമോസ്റ്റ് 10% ഒരു ഇൻട്രസ്റ്റ് മാത്രമേ ലെമൺ ചാർജ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ MTF എടുക്കുന്ന ആൾക്കാരിൽ ഭൂരിഭാഗവും ചൂസ് ചെയ്യുന്നത് ലെമണാണ്. അപ്പം വളരെ ഫേമസ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ലെമൺ എന്ന് പറയുന്നത്. MTF എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ കൂടുതലും ഈ ലെമൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. കാരണം എന്താണ്, കാരണം ഈ ഒരു പലിശ കുറവ് തന്നെയാണ്. ഇത്രയും പലിശ കുറച്ചിട്ടാണ് അവർ നമുക്ക് ലെൻഡിങ് തരുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഇപ്പോൾ സെറോദ അതുപോലെ തന്നെ അപ്സ്റ്റോക്സ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ 15% അടുപ്പിച്ച് പലിശ നമുക്ക് തരുന്നുണ്ട്. പിന്നെ അടുത്ത ഗുണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, MTF ഷെയർസ് നമ്മൾ വിറ്റ് കഴിയുന്ന സമയത്ത് ഓൺ ദ സ്പോട്ട് പൈസ ക്രെഡിറ്റ് ചെയ്യും. അത് ലെമണിൻ്റെ ഒരു പ്രത്യേകത. വേറെ ഒരു ആപ്ലിക്കേഷനിൽ ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല. അത് വിറ്റ് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു ഷെയർസ് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ പൈസ ക്രെഡിറ്റ് ആവുകയും ചെയ്യും. നമുക്ക് ആ പൈസ വെച്ച് അന്ന് തന്നെ ഷെയർസ് വീണ്ടും വാങ്ങിക്കാനും പറ്റും. MTF തന്നെ നമുക്ക് വീണ്ടും എടുക്കാൻ വേണ്ടി പറ്റും. അത് വലിയൊരു ഫീച്ചറാണ്. അവർ ഇട്ട് തരുന്ന പൈസയ്ക്ക് ഫുള്ളായിട്ട് നമുക്ക് MTF എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല. ഒരു 75%, 75%-നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് MTF തന്നെ എടുക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ലോങ് ടേം ഡെലിവറി എടുക്കാൻ പറ്റും. ഇൻട്രാഡേ ഒക്കെ ആ പൈസ വെച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഷെയർസ് വിറ്റ് കഴിഞ്ഞിട്ട് അവർ നമ്മുടെ അക്കൗണ്ടിലോട്ട്, നമ്മുടെ ആ ഒരു ഡിമാറ്റ് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അത് നമ്മൾ വിറ്റ ദിവസം തന്നെ ഇടുകയും ചെയ്യും. ആ പൈസ വെച്ചിട്ട് അതിൻ്റെ 75% വെച്ച് നമുക്ക് എന്തായാലും MTF തന്നെ എടുക്കാനും പറ്റും. ബാക്കിയുള്ള പൈസയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഇൻട്രാഡേയോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഡെലിവറി ഒക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് ഫുൾ പൈസയ്ക്കും, കിട്ടുന്ന ഫുൾ പൈസയ്ക്ക് നമുക്ക് എന്തായാലും ഡെലിവറി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇൻട്രാഡേ ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ MTF നമുക്ക് ആ ദിവസം ഏകദേശം ഒരു 75%, അവർ ഇട്ട് തരുന്ന പൈസയുടെ 75% മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ബാക്കി നമുക്കിപ്പം ഒരു MTF ഷെയർ നമ്മൾ വിറ്റു, ഇപ്പം നമ്മൾ ലാഭത്തിലാണ് നമ്മൾ ആ ഒരു MTF ഷെയർസ് വിറ്റതെങ്കിൽ, ഇപ്പം 10,000 രൂപയാണ്, നമുക്ക് 10,000 റുപ്പീസാണ് നമുക്ക് ലാഭമായിട്ട് വന്നേക്കുന്നത്. ആ ലാഭം വന്നേക്കുന്ന പൈസ നമുക്ക് നാളെ കിട്ടുള്ളൂ കേട്ടോ. അവർ ആ ഒരു എന്താ പറയുക സെറ്റിൽമെൻ്റ് ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ആ ഒരു പ്രോഫിറ്റ് ആയിട്ടുള്ള 10,000 റുപ്പീസും കൂടെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് അവർ ക്രെഡിറ്റ് ചെയ്യും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. MTF ചെയ്യുന്ന ഏതൊരാൾക്കും ഗുണകരമായിട്ടുള്ള പോയിൻ്റാണ് മൂന്നാമത്തെ പോയിന്റ്. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ MTF വഴി 2 സ്റ്റോക്സ് എടുത്തിട്ടുണ്ട് എന്ന് വിചാരിച്ചോ, അതിൽ ഒരു സ്റ്റോക്കിന് എനിക്ക് 30,000 രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റോക്കിൽ എനിക്ക് 20,000 രൂപയുടെ നഷ്ടമാണ് വന്നതെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ടോട്ടൽ എൻ്റെ പോർട്ട്ഫോളിയോ വന്നിട്ട് എത്രയായിരിക്കും കാണിക്കുക, 10,000 രൂപ പോസിറ്റീവായിട്ടല്ലേ കാണിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ലെമണിൽ എന്ത് ചെയ്യേണ്ട കാര്യം വരില്ല, മാർജിൻ പ്രൊവൈഡ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓൾറെഡി 10,000 പോസിറ്റീവ് അല്ലേ, പിന്നെ എന്തിനാണ് മാർജിൻ കൊടുക്കേണ്ട കാര്യം. ഇപ്പം നമ്മൾ സെറോദ അതുപോലെ തന്നെ അപ്സ്റ്റോക്സിലൊക്കെയാണ് MTF ചെയ്യുന്നതെങ്കിൽ, ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ എത്ര നെഗറ്റീവ് വന്നു കഴിഞ്ഞാലും ആ നെഗറ്റീവിന് ഈക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ വാലറ്റിൽ സൂക്ഷിക്കണം. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, നമ്മൾ വാങ്ങിച്ച് വെച്ചേക്കുന്ന ഈ MTF മെല്ലെ അവർക്ക് വേണ്ട എമൗണ്ട്, ഇപ്പം സപ്പോസ് 10,000 രൂപയാണ് ഇപ്പം നെഗറ്റീവായിട്ട് കാണിക്കുന്നതെങ്കിൽ
ആ നെഗറ്റീവിന് ഈക്വലായിട്ടുള്ള എമൗണ്ട് അവരെന്ത് ചെയ്യും, സ്ക്വയർ ഓഫ് ചെയ്ത് കളയും. അതായത് അവർ സ്വമേധയാ എടുത്ത് വിറ്റ് കളയുന്ന അർത്ഥം. അതായത് നമ്മൾ വാങ്ങിച്ചു വെച്ചേക്കുന്ന ആ ഒരു MTF നിന്നും ആ ഒരു സ്റ്റോക്സിൽ നിന്നും എത്രയാണോ അവർക്ക് വേണ്ടത്, എത്രയാണോ അവർക്ക് വേണ്ട മാർജിൻ, അവരെന്ത് ചെയ്യും, അവർ സ്ക്വയർ ഓഫ് ചെയ്ത് കളയും. പക്ഷേ ലെമണിൻ്റെ കേസിൽ ടോട്ടലാണ് നോക്കുക. ഓരോ സ്റ്റോക്കും ഇൻഡിവിജ്വലായിട്ട് നോക്കില്ല, മൊത്തത്തിലുള്ള കാര്യം മാത്രമേ നോക്കുള്ളൂ. മൊത്തം പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ആ ഒരു മാർജിൻ പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതേപോലെ തന്നെയാണ് ഇൻഡുമണിയുടെ കേസിലും. അതാണ് ഞാൻ പറഞ്ഞത് ഇൻഡുമണിയും വളരെ നല്ലൊരു ആപ്ലിക്കേഷൻ ആണെന്നുള്ളത്. കാരണം നമ്മുടെ മൊത്തത്തിലുള്ള പോർട്ട്ഫോളിയോ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നമ്മൾ മാർജിൻ കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. അതേസമയത്ത് സെറോദൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നെഗറ്റീവായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, മാർജിൻ കൊടുക്കേണ്ടി വരും. വളരെ തലവേദനയുള്ള ഒരു സംഭവമാണ് അല്ലേ. മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നെഗറ്റീവായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു പൈസ കൊടുക്കേണ്ടി വരും. പക്ഷേ ലെമണിലൊക്കെ ഉള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ പോസിറ്റീവായ വളരെ വലിയ കാര്യം കേട്ടോ. നിങ്ങൾ MTF ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പോയിന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്നുള്ളത്. ഇനി അടുത്തൊരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ ആ ഒരു പോർട്ട്ഫോളിയോ മൊത്തത്തിൽ നെഗറ്റീവ് ആയി എന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചോ. ഇപ്പോൾ ഒരു 10,000 രൂപ നെഗറ്റീവായിട്ടാണ് എൻറ്റയർ പോർട്ട്ഫോളിയോ ലെമണിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, 10,000 രൂപ നമ്മൾ ഒരു മാർജിൻ നമ്മൾ അതിലിട്ട് വെക്കേണ്ടി വരും അല്ലേ. നമ്മുടെ ഒരു വാലറ്റ് നെഗറ്റീവായിട്ടാണ് കാണിക്കുക, -10,000 എന്നാണ് കാണിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 10,000 രൂപ നമ്മൾ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഓട്ടോ സ്ക്വയർ ഓഫ് ചെയ്യും. ഏത് ബ്രോക്കർ ആണെങ്കിലും ഈ ഒരു സംഭവം ചെയ്യും. പക്ഷേ ലെമൺ ആണെങ്കിൽ ഒറ്റയടിക്കൊന്നും ചെയ്യില്ല. അതായത് ഇന്നിപ്പോൾ നെഗറ്റീവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഓട്ടോ സ്ക്വയർ ഓഫ് ചെയ്യാറില്ല. 2 ദിവസമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ അവർ ചെയ്യാറുള്ളൂ. എന്തായാലും ഇന്ന് തന്നെ എന്തായാലും അവർ സ്ക്വയർ ഓഫ് ചെയ്യില്ല. അവർ കുറേ പ്രാവശ്യം വാർണിംഗും മെസ്സേജൊക്കെ അയച്ചതിന് ശേഷം മാത്രമേ ഓട്ടോ സ്ക്വയർ ഓഫ് ചെയ്യാറുള്ളൂ. ഇതേപോലെ തന്നെയാണ് ഇൻഡുമണിയുടെയും കേസിൽ. അപ്പോൾ ഇന്ന് നെഗറ്റീവായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 ദിവസമൊക്കെ അവർ സമയം തരാറുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ആ ഒരു മാർജിൻ പ്രൊവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. അതേ സമയത്ത് സെറോദൊക്കെ ആണെങ്കിൽ എന്നാണോ നെഗറ്റീവ് അയക്കുന്നത്, ഇപ്പോൾ ഇന്ന് നെഗറ്റീവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവർ ഇന്ന് തന്നെ സ്ക്വയർ ഓഫ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അല്ലെങ്കിൽ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സാധനം സ്ക്വയർ ഓഫ് ചെയ്തിരിക്കും, നിങ്ങൾ മാർജിൻ കൊടുത്തിട്ടില്ലെങ്കിൽ. മെസ്സേജൊക്കെ അയക്കാറുണ്ട്. ICICIയുടെ കാര്യമാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ ICICIയിൽ അവൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് ICICIയിലായിരുന്നു. അവരെന്താ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ആയി കഴിഞ്ഞു, അതായത് മാർജിൻ വന്ന സമയത്ത് അപ്പം തന്നെ അവർ ചെയ്ത പരിപാടി, അതായത് സമയമോ മെസ്സേജോ ഒന്നും അയച്ചിട്ടില്ല, അവർ ഉടൻ തന്നെ സ്റ്റോക്ക് എടുത്തങ്ങ് വിറ്റു. അതും അവൻ്റെ ഏറ്റവും പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റോക്ക്, അതായത് പോസിറ്റീവിൽ നിൽക്കുന്ന സ്റ്റോക്കാണ് എടുത്ത് വിറ്റ് കളഞ്ഞത്. അതായത് ചോദിക്കാതെ ഏതെങ്കിലുമൊക്കെ സ്റ്റോക്ക് എടുത്ത് വിൽക്കുന്ന ഒരു പരിപാടി കണ്ടുവരാറുണ്ട് പൊതുവേ. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ടിനുണ്ടായ അനുഭവമാണ്, അവൻ പറഞ്ഞിട്ടുള്ള അറിവാണ് എനിക്കുള്ളത്. അപ്പോൾ ഇതേപോലെ ഓട്ടോ സ്ക്വയർ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്താ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ മാർജിൻ വരുന്ന സമയത്ത് നമ്മൾ അത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് കേട്ടോ. നമ്മളത് പ്രൊവൈഡ് ചെയ്യേണ്ട നമ്മൾ ഉത്തരവാദിത്തമാണ്. പക്ഷെ എന്നാലും ഇപ്പം ലെമണിനെ പോലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇൻഡുമണി പോലത്തെ ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ അവർ നമുക്ക് കുറച്ചുകൂടി സാവകാശം തരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി ലെമണിൻ്റെ ഒരു ഡീമെറിറ്റ് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് പൈസ പിൻവലിക്കുന്ന സമയത്ത് ഇൻസ്റ്റൻറ്റ് വിഡ്രോവൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ലെമണിലില്ല. പക്ഷേ ഇൻഡുമണിയിൽ അതുണ്ട്. ഇൻഡുമണിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓൺ ദ സ്പോട്ട് തന്നെ ആ ഒരു പൈസ പിൻവലിക്കാൻ പറ്റും. അപ്പം തന്നെ നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുകയും ചെയ്യും. എപ്പോഴാണോ നമുക്ക് പൈസ വേണ്ടത് അപ്പം തന്നെ നമ്മൾ പിൻവലിച്ചാൽ മതി. പക്ഷേ ശനിയും ഞായറും കിട്ടില്ല കേട്ടോ. ശനിയും ഞായറും നമുക്ക് കിട്ടില്ല. പിന്നെ ഈ വിഡ്രോവൽ എന്ന് പറയുന്നത് 8:30-ക്ക് ശേഷമാണ്. 8:30-ക്ക് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ എമൗണ്ടും അപ്പം തന്നെ നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും. ഒരു 3 സെക്കൻഡ്സോ സംതിങ് ഒരു ഗ്യാപ്പ് വരുന്നുള്ളൂ, അപ്പോഴത്തേക്ക് ക്രെഡിറ്റ് ആവും. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ കയ്യിലോട്ട് ഒരു പൈസ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയോ അല്ലെങ്കിൽ 3-4 ദിവസം മാത്രമേ നമുക്കത് വയ്ക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് ഉറപ്പായിട്ടും കയറി പോകുന്ന ഇപ്പോൾ സ്വിംഗ് ട്രേഡൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലോ, അല്ലെങ്കിൽ ഇൻട്രാഡേ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ. അപ്പോൾ ഇൻട്രാഡേ ചെയ്യുന്നേക്കാൾ എന്തുകൊണ്ടും നല്ലത് നമ്മുടെ MTF ആട്ടോ. കാരണം ഇൻട്രാഡേ ആകുമ്പോൾ കറക്റ്റ് ഒരു 3:20 ആകുമ്പോൾ സ്ക്വയർ ഓഫ് ആയി പോകും, ഓട്ടോ സ്ക്വയർ ഓഫ് ആയി പോകും. പല സ്റ്റോക്സിൽ എന്താ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്, ഈ 3:20 കഴിഞ്ഞിട്ട് മുകളിലോട്ട് കയറ്റിക്കൊണ്ടു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് MTF ആണെങ്കിൽ നമുക്ക് 3:30 വരെ സമയമുണ്ട്. ഇനിയിപ്പോൾ അന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത്രയും ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസവും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. ഒരു 2-3 ദിവസത്തേക്കൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻഡുമണിയിലോട്ട് കൊണ്ടുപോയിട്ട് MTF എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിറ്റ് കഴിഞ്ഞ് എപ്പോഴാണോ വേണ്ടത് അപ്പം തന്നെ നിങ്ങൾക്ക് എടുക്കാം. എപ്പോഴാണ് വേണ്ടത് വെച്ചാൽ ഇപ്പം ഇന്ന് നമ്മളിട്ട് പിന്നെ നമുക്ക് നാളെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. നാളെയാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ മറ്റന്നാൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കത് പിൻവലിക്കാൻ പറ്റും. 2-3 സെക്കൻഡിൻ്റെ കാര്യമേ ഉള്ളൂ. അതേ സമയത്ത് നമ്മൾ ലെമണിലോട്ട് വന്നു കഴിയുമ്പോൾ എന്താ കുഴപ്പം, ലെമണിൽ ഇൻസ്റ്റൻറ്റ് വിഡ്രോവൽ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ നമ്മൾ രാവിലെ ഒരു 7 മണിക്ക് അല്ലെങ്കിൽ ഒരു 8 മണിക്കൊക്കെ നമ്മൾ വിഡ്രോവൽ റിക്വസ്റ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ
നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ വരും. പക്ഷേ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ 9:15 9:30 ആകുമ്പോൾ നമ്മൾ വീണ്ടും എന്തെങ്കിലുമൊക്കെ ട്രേഡിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ പൈസ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈസ വരികയില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഇൻഡ് മണിയിൽ ആ കുഴപ്പമില്ല. അവർ രാവിലെ കാണിക്കുന്ന ആ ഒരു വിഡ്രോവബിൾ എമൗണ്ട് ഉണ്ടല്ലോ, അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാൻ വേണ്ടി പറ്റും അന്നേ ദിവസം. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ കണ്ടൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർട്ടാണ്. നമ്മുടെ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ഒന്നും നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. ഈ ലെമണിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഇൻഡ് മണിയിലാണെങ്കിലും കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ലെമണിൽ കണ്ടേക്കുന്ന പ്രത്യേകതകൾ. ഇനി നമ്മൾ ഇൻഡ് മണിയിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ ഇൻഡ് മണിയിലുള്ളൊരു ഗുണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡ് മണിയുടെ വാച്ച് ലിസ്റ്റിൽ നമ്മൾ ഇട്ട് വെച്ചേക്കുന്ന സ്റ്റോക്കുകളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിക്കുമ്പം, അതായത് പ്രൈസ് മൂവ്മെൻറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ അറിയിക്കും. അതായത് 2.5% അപ്പ് 5% എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അലേർട്ടൊന്നും സെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അവർ അറിയിക്കും. അതുമാത്രമല്ല വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതേപോലെ അലേർട്ടുകളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഡ് മണിയിൽ പറ്റാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസോ അതേപോലെ തന്നെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അത് എഴുതി കാണിക്കും. കുറച്ചുകൂടെ ഒരു നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക, എന്തിനു പറയുക, ആ ഒരു ഇൻ്റർഫേസ് അല്ല, അവരുടെ ഇൻ്റർഫേസ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇൻഡ് മണിയിലുള്ള ഇൻട്രസ്റ്റ് വന്നിട്ട് നമ്മുടെ ലെമണിൻ്റെ അത്രയ്ക്ക് അങ്ങ് അട്രാക്റ്റീവ് അല്ല. ഇൻട്രസ്റ്റ് റേറ്റ് വന്നിട്ട് 0.04% പെർ ഡേ, അതായത് ഓൾമോസ്റ്റ് ഒരു 14 സംതിങ്ങിൻ്റെ ഒരു പെർസെൻറ്റേജ് ആണ് അവർ ചാർജ് ചെയ്യുന്നത്. സെറോദയ്ക്കും ഏകദേശം ഇതുപോലെ തന്നെയാണ് വരുന്നത്. ലെമണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇൻഡ് മണിയിൽ നമുക്ക് കുറച്ചും കൂടി ലിവറേജ് കിട്ടും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്റ്റോക്കിന് ഇൻഡ് മണിയിൽ 3.4% ലിവറേജ് നമുക്ക് തരുന്നുണ്ടെങ്കിൽ, ലിവറേജ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ലിവറേജ് എന്ന് പറയുന്നത് ഇപ്പോൾ സപ്പോസ് എൻ്റെ കയ്യിൽ 10,000 രൂപയാണുള്ളത്, എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? 30,000 രൂപയുടെ സ്റ്റോക്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാമ്പിളിൽ. പക്ഷേ നമുക്ക് ഇൻഡ് മണിയിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും? ഒരു 34,000 അല്ലെങ്കിൽ 35,000 രൂപയുടെ ഷെയർസ് വാങ്ങിക്കാൻ വേണ്ടി പറ്റുമായിരിക്കും. അതേ സമയത്ത് ലെമണിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെയിം സ്റ്റോക്ക് അത്രയ്ക്കും വാങ്ങിക്കാൻ വേണ്ടി പറ്റില്ല. ലെമണിൽ വന്നിട്ട് നമുക്ക് മാക്സിമം എനിക്ക് തോന്നുന്നു ഒരു 30,000 രൂപയ്ക്കൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അവരതിലും കൂടുതൽ അവകാശപ്പെടുന്നുണ്ട്. അത് ഏതെങ്കിലും 1-2 സ്റ്റോക്സിന് മാത്രമേ ആ ഒരു രീതിയിൽ കൊടുക്കുന്നുള്ളൂ. അതേപോലെ തന്നെയാണ് ഇൻഡ് മണിയിലും അവർ 5 ഇരട്ടി തരുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സിൽ മാത്രമേ അവർ 5 ഇരട്ടി കൊടുക്കുള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗം സ്റ്റോക്ക് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻഡ് മണി കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ലിവറേജ് കൊടുക്കുന്നുണ്ട്. 3.4 ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ലെമണിൽ നമുക്ക് 3 ഒക്കെ കിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു വ്യത്യാസം രണ്ടിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ചില സ്റ്റോക്സിലൊന്നും നമുക്ക് ഇൻഡ് മണിയിൽ ലിവറേജ് കിട്ടില്ല. അതുപോലെ തന്നെ ചില സ്റ്റോക്സിൽ നമുക്ക് ലെമണിലും കിട്ടില്ല. ഇപ്പോൾ ഒരു സ്റ്റോക്ക് നിങ്ങൾ ഇൻഡ് മണിയിൽ നോക്കിയിട്ട് അതിൽ ലിവറേജ് ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ഇവിടെ ലെമണിൽ ചിലപ്പോൾ അത് കൊടുക്കുന്നുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ലെമണിൽ കൊടുക്കുന്ന ചില സാധനങ്ങൾക്ക് ഇൻഡ് മണി ലിവറേജ് കൊടുക്കുന്നില്ല, ഇൻഡ് മണിയിൽ കൊടുക്കുന്ന ചില സാധനങ്ങൾക്ക് ലെമണും ലിവറേജ് കൊടുക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു ലിവറേജ് പെർസെൻറ്റേജ് രണ്ടിലും വ്യത്യാസമുണ്ട്. പക്ഷേ ജനറലി ഞാൻ പറയുന്ന സമയത്ത് ഇൻഡ് മണിയാണ് കൂടുതലായിട്ടും ലിവറേജ് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ ഇൻഡ് മണിയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡ് മണിയിൽ നമുക്ക് US സ്റ്റോക്സ് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് US മാർക്കറ്റിലുള്ള സ്റ്റോക്സ് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും ഇൻഡ് മണിയിൽ. അത് വന്നിട്ട് നമ്മുടെ സെറോദയിലോ അപ്സ്റ്റോക്സിലോ ലെമണിലോ ഒന്നും ഈ ഒരു ഫീച്ചർ ഇല്ല. രണ്ട് സ്ഥലത്തും സെപ്പറേറ്റ് ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് ഇൻഡ് മണിയിൽ കിട്ടും. ഇനി നമ്മൾ സെറോദയിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറോദയുടെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഇന്ന് ഞാനൊരു MTF പൊസിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൊസിഷൻ സെപ്പറേറ്റ് ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ഇന്ന് തന്നെ എനിക്കത് സ്ക്വയർ ഓഫ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. പക്ഷേ മറ്റേ നമ്മുടെ ലെമണും അതുപോലെ തന്നെ ഇൻഡ് മണിയിലും ഇന്ന് നമ്മളൊരു പൊസിഷൻ എടുത്തിട്ടുണ്ട്, ആ പൊസിഷൻ എൻ്റെ കയ്യിൽ, അതായത് സെയിം കമ്പനിയുടെ തന്നെ MTF നമ്മൾ മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് വാങ്ങിച്ചേക്കുന്നതും പഴയതും കമ്പൈൻ ചെയ്തിട്ട് ഒരുമിച്ച് അപ്പം തന്നെ അവർ കാണിക്കും. അതേസമയത്ത് സെറോദയിൽ പണ്ട് വാങ്ങിച്ചതും ഇപ്പോൾ വാങ്ങിച്ചതും സെപ്പറേറ്റ് ആയിട്ടാണ് കാണിക്കുക. നാളെ ആയി കഴിയുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് പരസ്പരം അവർ മെർജ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വാങ്ങിച്ച ആ ഒരു സ്റ്റോക്ക് അല്ലെ, രണ്ടും ഒരേ സ്റ്റോക്ക് ഓൾറെഡി എൻ്റെ കയ്യിൽ എന്തുണ്ട്, ഈ സ്റ്റോക്കിൻ്റെ MTF ഞാൻ സെറോദയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പുതുതായിട്ട് എടുത്ത ഈ ഒരു സെയിം കമ്പനിയുടെ സ്റ്റോക്സ് എനിക്ക് എന്ത് ചെയ്യാം, ഇന്ന് തന്നെ വേണേൽ വിൽക്കാൻ പറ്റും. കാരണം ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് അവർ കാണിക്കുക. പൊസിഷൻസ് എന്ന് പറയുന്ന സെക്ഷനിലാണ് അവർ ഈ ഒരു സംഭവം കാണിക്കുക. പഴയത് വന്നിട്ട് ഹോൾഡിങ്സിലാണ് ഉണ്ടാവുക. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് ഇന്ന് തന്നെ അത് വേണമെങ്കിൽ ട്രേഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ ഒരു ഗുണം ഇവിടെ വരുന്നുണ്ട്. പക്ഷേ സെറോദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തലവേദനയാണ് MTF എടുക്കുന്ന സമയത്ത്. കാരണം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്, ഓരോ സ്റ്റോക്കിനും സെപ്പറേറ്റ് ആയിട്ട് മാർജിൻ പ്രൊവൈഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ എന്താ പറയുക ഈ ഒരു ആപ്ലിക്കേഷനാണ് നല്ലതെന്ന് പറയുന്നൊരു സംഭവമൊന്നുമല്ല. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞേക്കുന്ന ഈ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ആപ്സൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം.
എന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾക്ക് കുറേ അറിവുകൾ ഉണ്ടാവും അല്ലെ, നിങ്ങൾ ചിലപ്പം കുറേ അധികം ആപ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്സൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന കുറേ പേർക്ക് അത് ഭയങ്കര ഉപകാരമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.